ബി വിഷ്ണുവിലേക്ക്. വിഷ്ണു, ഞങ്ങൾ കണ്ടു ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന്. എങ്കിലും അതിനൊപ്പമുണ്ടായിരുന്ന ആൾ എന്ന നിലയ്ക്ക് എന്താണ് ഉണ്ടായത് വിശദീകരിക്കാമോ? യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 3-4 ദിവസങ്ങളായിട്ട് ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതിഷേധങ്ങൾ. അതിൽ ഇന്നലെ കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോട് നടന്നെന്താണ് നമ്മൾ കണ്ടു. അതിനുശേഷം വൈകുന്നേരം യാഥാർത്ഥ്യത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയതാണ് അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം. ഭക്ഷണം കഴിക്കാനെത്തിയ അദ്ദേഹത്തെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഇവിടെ CPM നേതൃത്വം തിരുവനന്തപുരത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഗുണ്ടയായ കൊടും ക്രിമിനലായ നന്ദൻ എന്ന ഒരു കുറ്റവാളിയുടെ നേതൃത്വത്തിൽ ഒന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വളരെ മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണ്? പോലീസ് SFIക്കാരുടെ പണി ചെയ്യുകയും SFIക്കാർ പോലീസിൻ്റെ പണിയുകയും ചെയ്തു. അപ്പോൾ ഈ കടയിലേക്ക് അവരുടെ ഭക്ഷണശാലയിലേക്ക് കയറി വന്ന പോലീസുകാരനാണ് ചോദിക്കുന്നത്, നീ ABVPക്കാരനല്ലേന്ന് കാണിച്ചു കൊടുക്കുകയാണ്. കാണിച്ചു കൊടുത്തിട്ട് ഈ ഗുണ്ടകൾ ആ കടയിൽ നിന്ന് വലിച്ചിറക്കി ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂരമായിട്ടാണ് നിലത്തിട്ട് ചവിട്ടി അടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABVP ഒരു സമര സംഘടനയല്ല, സമരം ചെയ്യുന്നതല്ല നമ്മളുടെ ശീലം. നമ്മൾ കാര്യങ്ങൾക്ക് പ്രതികരിക്കും. നമ്മളിവിടെ എല്ലാ ദിവസവും അല്ലെ എല്ലാ മാസവും തെരുവിലിറങ്ങിയിട്ട് ഈ പറഞ്ഞതുപോലെ കൊടിയെടുത്ത് വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കാതെ തെറ്റായ ഒരു മാർഗ്ഗത്തിൽ SFI പോലെ ചെയ്യുന്ന ആൾക്കാരല്ല. SFIയുടെ ഗ്യാരണ്ടി എന്താണ്? ക്ലാസ്സിൽ പോയില്ലെങ്കിലും കോളേജിൽ പോയില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ PSC റാങ്ക് ലിസ്റ്റിൽ തിരുത്തി പോലീസിലടക്കമുള്ള മേഖലകളിൽ തിരികെ കയറ്റി അവരുടെ ജീവിതം സുരക്ഷിതത്വമാക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനല്ല, നമ്മളത് കണ്ടതാണ്. അതിനുശേഷം ഇദ്ദേഹത്തെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് ശേഷം പല ചാനലുകളുടെ വിഷ്വലുകൾ ശ്രദ്ധിച്ചാലും കാണാൻ പറ്റും. അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 2 പേർ അവിടെ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് ഇയാൾ ആ സ്ഥലത്ത് നിൽക്കുന്നത്. ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അരുതെന്ന് പറയാനോ പോലും പരിശ്രമിക്കാത്ത ആൾ ഈ ഹോസ്പിറ്റലിലേക്ക് കയറി വന്നിട്ട് നമ്മളെല്ലാം പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ICUലേക്ക് തള്ളിക്കയറി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താണ് നടക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഈ പറഞ്ഞതുപോലെ ഈ ഗുണ്ടകളെല്ലാം അവരുടെ വീടുകളിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവരുടെ പിറകെ പോയിട്ട് അതിന് ഈ തല്ലിയതിനു ശേഷം വളഞ്ഞിട്ടടിക്കുന്നു, ചവിട്ടുന്നു, ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു. എന്നിട്ട് ഈ ഗുണ്ടകൾ ചിരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. എന്നിട്ടും പോലീസ് അവരെ പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പോലീസിന്റെ ഒത്താശയുണ്ട്, പോലീസിന് ആഭ്യന്തരമന്ത്രിയുടെയും. പോലീസിൻ്റെ ഒത്താശയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായിട്ടും അത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടരെ നമ്മളതിനകത്ത് നൊട്ടോറിയസ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട 3 പേരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡൻ്റായിരുന്ന നന്ദൻ, ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം, അതേപോലെ തന്നെ രേവന്ത്, പിന്നൊരു സഞ്ജയ്. ഈ 3 പേര് കഴിഞ്ഞ 2 വർഷം മുന്നേ ചെമ്പഴന്തി SM കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെ സന്ദർശിക്കാൻ പോയ ABVPയുടെ സംസ്ഥാന സമിതി അംഗമായ കല്യാണി ചന്ദ്രനെയും മറ്റൊരു സംസ്ഥാന സമിതി അംഗമായ ഹരിയെയും വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇന്നും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ നമ്മളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഒരു പെൺകുട്ടിയെ അടക്കം നിഷ്ഠൂരമായിട്ട് അടിച്ച കേസിലെ പ്രതികളാണ് ഇവർക്കെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുത്തിട്ടുള്ളത്? അപ്പോൾ അതൊരു ലൈസൻസ് ആയിട്ട് കണ്ടിട്ട് പിന്നെയും ഈ 2 വർഷത്തിൽ ഈ പരിപാടിയുടെ തുടർച്ച തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കലാലയത്തിലേക്ക് ABVPക്ക് സ്വതന്ത്രമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കയറി ചെല്ലാനായിട്ട് സാധിക്കില്ല. അല്ല വിഷ്ണു, ഇന്നലെ അക്രമം നടക്കുന്നതിന് 10 മണിക്കൂർ മുൻപ് ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട പോസ്റ്റാണ് വിളച്ചിലെടുക്കരുത് എന്ന്. അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കേൾക്കണം. മനസ്സിലായോ? നല്ല ഇടിയിടിക്കുമെന്നാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടികളാണ്, ബഹുമാനിക്കാൻ പഠിക്കടോ എന്ന് പരിഹാസം കമൻറ്റും വരുന്നു. അതായത് അടിക്കാൻ ആസൂത്രണം ചെയ്തിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. ഇന്നലെ അവിടെ മന്ത്രി വരുമെന്ന് പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകണം. അങ്ങനെ ഒരു വിഷയം, ഒരു വിവാദം, ഒരു അവഹേളനത്തിൻ്റെ പ്രശ്നം സജീവമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇവിടെ ABVPക്കാർ പ്രതിഷേധിക്കും, അടിച്ചൊതുക്കുക. അങ്ങനെ ഒരു ആസൂത്രണം അതിന് പിന്നിലുണ്ടായിരുന്നില്ലേ? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കരിമഠം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീ ഈശ്വരപ്രസാദിൻ്റെ നേതൃത്വത്തിൽ 250-ലധികം വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം സമ്മാനിക്കാനുള്ള ഒരു പരിപാടിയിൽ ഒരു ചടങ്ങിലേക്ക് സംബന്ധിക്കാനാണ് ഇദ്ദേഹം വന്നത്. അതിനുശേഷം നമ്മൾ പ്രതിഷേധിച്ചു, ABVP പ്രതിഷേധിച്ചു, കേരളത്തിലുടനീളം പ്രതിഷേധിച്ചു കഴിഞ്ഞു, ആ വിഷയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. നമ്മൾ വാർത്താസമ്മേളനം നടത്തിയിരുന്നു.
അതിനൊക്കെ ശേഷം നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ്. ശരി, പ്രതിഷേധിക്കാൻ എത്തിയതാണെങ്കിൽ തന്നെ ഇത്തരത്തിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? പോലീസിൻ്റെ പണി എന്താണ്? പോലീസ് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കലാപാഹ്വാനം നടത്തുന്നത് SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, ഒരു ഉളുപ്പുമില്ലാതെ. എന്തും കൊന്നേക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഈ ICUവിൽ അദ്ദേഹം ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഗുരുതരമായ പരിക്കുണ്ട്, വാരിയലിനടക്കം ക്ഷതമുണ്ട്, വയറ്റിൽ അതിക്രൂരമായിട്ടാണ് അടിവയറ്റിൽ ചവിട്ടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലായിരിക്കാം. പക്ഷേ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ വേറൊരു രീതിയിൽ അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കാൻ വേണ്ടി മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർ. അതിനകത്തൊരു യാതൊരു സംശയവുമില്ല. വിഷ്ണു, ഈ KU ഈശ്വർപ്രസാദിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? അതൊരു ചോദിക്കാതെ പറ്റില്ല കാര്യം. വളരെ ക്രൂരമായി ഈശ്വരപ്രസാദിനേക്കാൾ എത്രയോ ഇരട്ടി ഭാരവും വലിപ്പവും ഉള്ള ഒരാളുടെ ചവിട്ടാണ് ഏറ്റത്. നിലത്ത് വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, തുടരെ അടിക്കുന്നത് കാണുന്നുണ്ട്. 1-2 പേർ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്താണിപ്പോൾ ഈശ്വരപ്രസാദിൻ്റെ ആരോഗ്യനില? അതിലിപ്പോൾ ഒരാളല്ല ചവിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പല ആൾക്കാർ അദ്ദേഹത്തെ പ്രത്യേകിച്ച് നെഞ്ചിൻ്റെ ഭാഗത്തും വയറിലുമായിട്ട് വളരെ ഗുരുതരമായിട്ട് രീതിയിലുള്ള ക്ഷതങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ആശുപത്രിയിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ICUവിൽ തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. ആ നിലയിൽ യാതൊരു വേരിയേഷനും ഇല്ല. അവിടെ ആശങ്ക ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അവിടെ. വിഷ്ണു, ഞാൻ വരാം. ഇപ്പോൾ ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹസ്കർ, തലസ്ഥാനത്ത് പലയിടങ്ങളിലായി സംസ്ഥാനത്ത് അക്രമം നടന്നു. തലസ്ഥാനത്ത് ഇന്നലെ രാത്രി ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയെ വളഞ്ഞിട്ട് നൽകുകയാണ്. അത് വലിയ വീരപരിവേഷം നൽകേണ്ട കാര്യമൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരനെ കുറേ പേർ ചേർന്ന് ആക്രമിക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ മുഖമാണോ? കൃഷ്ണയില് അടിസ്ഥാനപരമായി കാണേണ്ടത് വിദ്യാർത്ഥികളെ പരസ്പരം തെരുവിൽ തല്ലിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത് തള്ളിവിട്ടത് കേരള ഗവർണർ അർലേക്കറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അദ്ദേഹം ഈ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹം തുടർന്നാൽ കേരളം ഇങ്ങനെ കലാപഭൂമിയായി കാണണം എന്ന് ആഗ്രഹിക്കുകയും അതുവഴി ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടം സംഘപരിവാറിന് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അങ്ങ് പറഞ്ഞത് മുഖവിലേക്ക് എടുത്താൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? അങ്ങനെയല്ല, ഇത് വിദ്യാഭ്യാസ മന്ത്രി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനു മുമ്പ് സഖാവ് പ്രസാദ് പങ്കെടുത്ത ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഇങ്ങനെ ഭഗധ്വജം പിടിച്ചു നിൽക്കുന്ന ഭാരതാംബ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ചിത്രം വെച്ചിട്ട് അതിൽ പൂജ അർപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പരിപാടി എന്ന നിലയിൽ അത് പറ്റില്ല എന്ന അർത്ഥത്തിൽ സഖാവ് പ്രസാദ് പറയുന്നു. എന്നാൽ ശിവൻകുട്ടിയുടെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യപരിപാടിയിൽ വെക്കാതെ വീണ്ടും അവിടെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇത്തരം ഒരു പൂജ നടത്തണമെന്ന് നിർബന്ധിക്കുക എന്ന് പറയുന്നത് ശിവൻകുട്ടി വന്ന ശേഷം അവിടെ എടുത്തു വച്ചതല്ല ഭാരതാംബയുടെ ചിത്രം. എതിർപ്പുണ്ടെങ്കിൽ പോകരുതായിരുന്നു. P പ്രസാദ് ചെയ്തല്ലോ. P പ്രസാദ് പോയില്ല, ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ കയറി ചെന്നിട്ട് അത് ബഹിഷ്കരിച്ച് പ്രോട്ടോകോൾ ലംഘനം നടത്തി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞിറങ്ങിപ്പോകുന്നതാണോ ആണത്തം? കൃഷ്ണരാജ് അതിൽ വളരെ കൃത്യമായിട്ട് അതിൽ ഇൻവിറ്റേഷൻ നോട്ടീസ് വന്നിട്ടുണ്ട്. പ്രോട്ടോകോൾ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുള്ള നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ ഇത്തരത്തിൽ ഈ മദർ ഇന്ത്യയെ പൂജിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് ഇത്തരം ഒരു കാര്യപരിപാടി ഉള്ളതായി കാണുന്നത്. ഗവർണറുടെ ഔദ്യോഗിക പരിപാടികളിൽ, സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധാണ്. മാത്രമല്ല, എവിടെ നിന്ന് വന്നതാണ് ഈ മദർ ഇന്ത്യ എന്ന കോൺസെപ്റ്റ്? അത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നത്. രവീന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു ചിത്രം. ആ ചിത്രമല്ലല്ലോ ഇപ്പൊ തന്നെ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വന്ദേ ഭാരതത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞിട്ടുള്ള ചിത്രമല്ല ഇപ്പോ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട RSS നിശ്ചയിക്കുകയും അതിന് ഉപോത്ബലകമായി ഗവർണർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണല്ലോ കേരളത്തിലെ വിദ്യാർത്ഥികളെ പരസ്പരം തല്ലിക്കുന്നതിനുള്ള വേദിയാക്കിയിരിക്കുന്നത്. ഇത് ഒരു തല്ലിതൊരു പരിഹാരമല്ല, ഇതിൽ രാഷ്ട്രീയമായി അതിന് പരിഹാരമാണോ ഈ ABVPയുടെ ചെറുപ്പക്കാരെ വഴിയിലിട്ട് അടിക്കുന്നത്? ഞാൻ അതാണ് ചോദിച്ചത്. അങ്ങ് ഇപ്പോഴും അതിന് കൃത്യമായ ഉത്തരം തന്നിട്ടില്ല.
അതല്ല, ഒരിക്കലല്ല. സംരക്ഷണ ചുമതല ആർക്കാണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മന്ത്രിയുടെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ആർക്കാണ്? പോലീസിനാണോ ഗുണ്ടകൾക്കാണോ? അതല്ല, അങ്ങ് അതിന് ഉത്തരം തരൂ പ്ലീസ്, അതിന് ഉത്തരം തരൂ. അല്ല, ഒന്ന് ഏതൊരു വ്യക്തിയുടെയും സുരക്ഷാ ചുമതല, ഞാൻ അതിനെ മുഖ്യമന്ത്രിയെന്നോ വിദ്യാഭ്യാസ മന്ത്രിയെന്നോ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്റെയും അങ്ങയുടെയും അടക്കം സുരക്ഷാ ചുമതല കേരള പോലീസിന് തന്നെയാണ്, ഒരു സംശയമില്ല. മറിച്ച് സ്വയം പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം വരുന്ന തരത്തിൽ അപ്പോ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം അപ്പാടെ പാളിയെന്ന് സമ്മതിക്കുന്നു. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ലല്ലോ. എത്രയോ നാളായി ചർച്ച ചെയ്യപ്പെടുന്നതാണ് ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് റോളെന്ന്. ഞാൻ പറയാത്ത ഉത്തരം എന്റെ വായിൽ അല്ല, അങ്ങിപ്പോ പറഞ്ഞ എന്താണ്? സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നാൽ അത് ചെയ്യുമെന്നാണ്. ഇവിടെ സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യം എന്താണ്? അതിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. SFIയെ സംബന്ധിച്ചിടത്തോളം, DYFIയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശയപരമായ നേതൃനിരയിൽ നിൽക്കുന്ന CPM നേതാക്കന്മാർക്ക് ഒരു ആപത്ത് വരുമ്പോൾ അത് എന്താപത്താണ്? ഒരു മന്ത്രിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത്ര വിധം മോശമാണോ കേരളത്തിലെ സാഹചര്യം? അതാണെങ്കിൽ സമ്മതിക്കുന്നത്. അങ്ങനെയെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഇപ്പോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ. ഈ സാഹചര്യം സൃഷ്ടിച്ചത് ഗവർണറുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റമാണ്. അങ്ങിപ്പോഴും ഗവർണറെ കുറ്റം പറയുന്നു. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പക്ഷം അതായിരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അവരുടെ ആവശ്യം അത് മാത്രമല്ല, അതും കൂടി അങ്ങ് കേൾക്കണം, അതുകൂടി അങ്ങ് കേൾക്കണം. എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ തടയുന്നു എന്ന ചോദ്യത്തിന് ഒരുത്തരം മാത്രമല്ല, ഭാരതംബയെ മാത്രം പറയല്ലേ, ഇനിയുമുണ്ട്. ബി വിഷ്ണു, അത് പറയൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയുമില്ലേ? അതെ, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഭാരതാംബയുടെ ചിത്രത്തിനെ ചൊല്ലിയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പോകേണ്ട കാര്യമില്ല. പ്രധാനമായിട്ടും PM ശ്രീ പദ്ധതിയെ ചൊല്ലിയിട്ട്, അല്ലെങ്കിൽ ആ പദ്ധതി നടപ്പാക്കണമെന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിരുന്നു, നിവേദനം നൽകിയിരുന്നു. ശേഷം അത് ഘടകകക്ഷികളുടെ എതിർപ്പ് കൊണ്ട് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ വന്നിട്ടുള്ളത്. അതിനകത്തെല്ലാം വളരെ ക്ലാരിറ്റി ഉണ്ട്. ഈ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് തന്നെ കാര്യങ്ങളിൽ വലിയ വ്യക്തത ഇല്ലാന്ന് തോന്നുന്നു. വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പോകുന്നത് അതുകൊണ്ടാണെന്നാണ്. അദ്ദേഹം പോലീസിനെ ന്യായീകരിക്കുന്നു, SFI ചെയ്തതിനെ ന്യായീകരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് എന്ത് പണിയാണ് എടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് AKG സെൻറ്ററിൽ നിന്നായിരിക്കാം, കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ശമ്പളം വാങ്ങുന്നത്. അപ്പോൾ അതിൽ ഞാനൊന്ന് ചോദിച്ചോളട്ടെ, ഇവിടെ എത്രയോ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ സംഘടനകളും പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. ABVP അത് തടയാനോ ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ, നമുക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്നില്ലല്ലോ. കേരളത്തിലെ SFIക്കാർക്ക് എന്താണ് പ്രത്യേകത? അവർ പറഞ്ഞ ഇദ്ദേഹം തന്നെ പറയുന്നതിൻ്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്തരത്തിൽ ഇവിടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യും എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അത് വളരെ ക്ലിയറാണ്. നമ്മളെ സംബന്ധിച്ച് അക്രമമല്ല, ഞങ്ങൾക്ക് തെരുവിൽ തല്ലാൻ സമയവും ഇല്ല, ഞങ്ങളുടെ പണിയും അല്ലത്. അത് SFIക്കാർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന പണിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല സംഘടനകളും മറ്റ് കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മൂല്യച്യുതി സംഭവിച്ച, ആശയത്തിന് അടിത്തറയില്ലാത്ത, സംഘടന കാലഹരണപ്പെട്ട പ്രത്യശാസ്ത്രത്തിൽ എല്ലാ ക്യാമ്പസുകളിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതിനെയൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് മീഡിയയ്ക്ക് മുമ്പിൽ ലൈവ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാണാനൊന്നുമില്ല. കാരണം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മിനിഞ്ഞാന്നുണ്ടായ സംഭവം എന്താണ്? ഞങ്ങളുടെ സമാധാനപരമായിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ഇതേ നന്ദൻ അവിടെ എത്തി ഗുണ്ടകളുമായിട്ട്. നിങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞങ്ങൾക്ക് നേരെ കൊലവിളി നടത്തിയപ്പോൾ അവിടെ പോലീസുകാർ എന്താണ് പറഞ്ഞത്? അവരുടെ നെയിം ബോർഡ് അടക്കം വലിച്ചു പറിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. അവരെ ചീത്ത വിളിക്കുന്നതുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്നത് കൊണ്ട് പോലീസുകാർ എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും പോലീസിനൊരു പ്രശ്നമല്ല. അവരൊരു ധാരണയുണ്ട്, നല്ല അന്തർധാരയുണ്ട്. അത് വിട്ടിട്ട് ഇന്നലെ പോലും നടന്നതാണ്. ഈ പ്രതികളെ പിടിക്കുന്നതിന് പകരം ആർക്കാണോ പരിക്ക് പറ്റിയത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ്, ഹോസ്പിറ്റലിനകത്തേക്ക് തള്ളിക്കയറുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്, എന്ത് മാതൃകയാണെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരി, ബി വിഷ്ണു.